വേണം മച്ചാ വേണം ഇത് ഫുഡ്. എടാ നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ സിംഗിൾ സ്റ്റാറ്റസ് എനിക്ക് അയച്ചേരല്ലേ എന്ന്. എന്ത് അയച്ചാ എന്ത് കുഴപ്പം? എടാ നീ എന്തിനാ എനിക്ക് തയ്ക്കുന്നത്? നിനക്ക് വേണം സ്വന്തമായിട്ട് കണ്ടാ പോരെ? എടാ അതൊക്കെ എന്റെ ഒരു മനസ്സുഖമല്ലേടാ. എന്ത് മനസ്സുഖം? അങ്ങനെ ഇനി മനസ്സുഖം ഉണ്ടാക്കണ്ട ഇയാള്. അല്ലടിയാ എടാ നീ പറഞ്ഞല്ലേടാ പൈങ്കിളിട്ട് പ്രസവം കഴിഞ്ഞ ഉടനെ നീ കല്യാണം കഴിക്കുന്നു. അത് പിന്നെ ഈ നാട്ടുകാരുടെ സിസ്റ്റർ ശരിയല്ലായിരുന്നേ. എന്തോന്ന് സിസ്റ്റർ ശരിയല്ലായിരുന്നേന്ന്? ഡേയ് നിനക്ക് അരുണേഷില് ഷീവ് പറയാൻ ഞാൻ വല്ല പൈസ തരണോ? അതിന് നിന്റെ പേര് അരുണേഷ് എന്നല്ലല്ലോ, അരുൺകുമാർ എന്നല്ലേ? നീ എന്നെ അരുൺകുമാർ എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ എന്നെ അരുണേ എന്ന് വിളിക്കല്ലേ. അത് പിന്നെ ശീലിച്ചു പോയില്ലായിരുന്നു. നീ ക്ഷമിക്കരണേ, ചുമ്മാരി അരണേ, നിന്നെ ക്ഷണിച്ചെടു. വർക്ക് ഫ്രം ഹോം ഉള്ള പിള്ളേർ രണ്ടുപേരും കൂടെ ഇവിടെ ഇരിക്കുവാന്നു. അല്ല ഞാൻ ഒരു സെക്കൻഡ് അവിടെ വാതിലടച്ചു നോക്കാൻ വേണ്ടി. എന്താ ചോദിച്ചേ? അല്ല വർക്ക് ഫ്രം ഹോം അല്ലായിരുന്നോ? രണ്ടുപേരും കൂടി ഇവിടെ എന്താ പരിപാടി? അല്ല നമുക്ക് ഈ വർക്ക് ഫ്രം ഹോം ആണ്, പക്ഷെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഈ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ട്രേഡിങ് ഈ പണിയുടെ ഇടയ്ക്ക് വർക്കല്ലടാ, ആക്ടിങ് വർക്ക് ഫ്രം ഹോം. ഞാൻ മെയിൽ അയച്ചായിരുന്നു സാറിന്. നീ നോക്കില്ലായിരുന്നോ? അതെ, ഒരു പണിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വീട്ടിൽ കയറി ഇരിക്കില്ല നിങ്ങളുടെയൊക്കെ പണി എന്നെനിക്ക് മനസ്സിലായി. അതെന്താ അർത്ഥം? ചേച്ചി താര് പറഞ്ഞ അങ്ങനെ? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, സംഗതി സത്യമാന്നേ. എന്റെ പൊന്നേച്ചി കല്ല് വെച്ചെന്നോണ പച്ചക്കള്ളം. പിന്നെ സത്യം തന്നെ, എനിക്ക് നല്ല വിശ്വാസമുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ നിന്റെ കാര്യം തന്നെ മറന്നു. ചേച്ചി ഞാനൊരു കാര്യം പറയാം. എന്റെ വീട്ടിൽ കയറി എന്നെ അപവാദം പറഞ്ഞ എന്റെ തനി സ്വഭാവം ചേച്ചി കാണുള്ള കാര്യം ഞാൻ പറഞ്ഞു. അയ്യോ അപവാദം പറച്ചിലോ? ഇത് സത്യമല്ലേ? എന്ത് അപവാദം? എന്ത് സത്യം? ഇതിനകത്ത് എന്ത് സത്യം? സത്യം തന്നെ, ഒരു പണിയില്ലല്ലോ. ചേച്ചി പറ, ചേച്ചിയുടെ ആരാ പറഞ്ഞെന്ന് പറ. അപ്പുറത്തെ സിന്ധു. അപ്പുറത്തെ സിന്ധു. ഞാൻ ചേച്ചിയുടെ ഇവിടെ വന്നിടക്കേ പറഞ്ഞു, ഞാനല്ല ഇവിടെ എല്ലാരും പറഞ്ഞു, അപ്പുറത്തെ വീട്ടുകാരായിട്ട് യാതൊരു ബന്ധവും പുലർത്തല്ലേ. ഞാൻ ബന്ധം സ്ഥാപിക്കാൻ പോയതൊന്നും അല്ല, വെള്ള തുണി കിട്ടുമെന്ന് അറിയാൻ പോയതാ. എന്നിട്ട് വെള്ളത്തുണി കിട്ടിയോ? വെള്ളത്തുണി കിട്ടിയില്ല. അപ്പൊ അവർ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? എന്റെ മോനെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോന് സുമേഷ് ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ജോലി ശരിയാക്കി തരാൻ വേണ്ടി ഇരിക്കുവായിരുന്നല്ലോ. അപ്പോഴാ അവര് പറഞ്ഞത് ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവനെ എങ്ങനെ നിങ്ങളുടെ മോന് ജോലി ശരിയാക്കി കൊടുക്കുമെന്ന്. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എന്റെ പൊന്നു ചേച്ചി, ഈ വീട്ടുകാരും ആ വീട്ടുകാരും തമ്മിൽ ശത്രുക്കളാണ്. ഭക്ഷണ ചേച്ചി പറഞ്ഞല്ലോ ഈ വീട്ടുകാരും ആ വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പമാണെന്ന്. പറഞ്ഞല്ലേ? പറഞ്ഞു. എന്നാ ശരി ആയിക്കോട്ടെ. എടാ കൊച്ചനെ, കൊന്നത്തെങ്ങ് പോലെ വളർന്നല്ലോ. ഇങ്ങനെ വീട്ടുകാർക്ക് ഭാരമാകാതെ വല്ല പണിക്കും പോവാൻ നോക്ക്. കേറി ഇരിക്കുന്ന മരക്കേറി പോവാൻ രണ്ടിലൊന്ന് ചോദിക്കണോടാ. കൊള്ളാം, നല്ല എരിവുണ്ട്. എരിവ് അത് ഗ്യാസിന്റെ ആയിരിക്കും. കുറച്ച് തണുത്തിട്ടായിരുന്നു, നല്ലായിരുന്നു. ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, നേരെ ഫ്രിഡ്ജിൽ കേട്ടിട്ടാ. ശരിക്കും ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്നോട് ഇവിടെ സ്നേഹം കേട്ടോ. താങ്ക് യു ചേട്ടാ. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കണേ, അത് കുറച്ച് കഴിയുമ്പോൾ കുടിക്കാം. എന്തോ രാജാനം, ചേട്ടൻ വേണോ കഴിക്കുക? ഞാൻ പിന്നെ കഴിച്ചോളാം. അത് കരിക്ക്. ആരോട് ചോദിച്ചിട്ട് കഴിക്കുന്നു? കരിക്ക് കുടിക്കണേ ആരും ചോദിക്കണം. ചോദിക്കണം. ഞാൻ പിന്നെ എന്തിനാ ഇവിടെ? എന്നെ ഈ ഭക്ഷണ ചേച്ചി അയച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ വേണ്ടിട്ടാ, കൊച്ചിന്റെ തള്ളയുടെ എല്ലാം കാര്യം. അല്ല ഇതിപ്പോ ഒരു കരിക്കല്ലേ ആന്റി കുടിച്ചത്? നിങ്ങൾക്ക് വെറും കരിക്കായിരിക്കും, എനിക്ക് അങ്ങനെ അല്ല. പിന്നെ നിങ്ങൾക്കൊന്ന് തേങ്ങി. അത് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നറിയോ? സോഡിയം, പൊട്ടാസ്യം, പിന്നെ പല പല സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ അതൊന്നും കുടിച്ചൂടെ? അത് കുടിച്ചൂടാ. എന്നോട് ചോദിക്കണം. കൊച്ചിന്റെ കംപ്ലീറ്റ് ഡയറ്റ് പ്ലാൻ എന്റെ കയ്യിലുണ്ട്, അറിയാമോ? അതനുസരിച്ചേ കഴിക്കാൻ പാടുള്ളൂ. എന്തോ പരിപാടിയാ ഇത്? ഇതൊരു കരിക്കല്ലേ കുടിച്ചത്, വേറൊന്നും കുടിച്ചില്ലല്ലോ. കരിക്ക് കുടിക്കുമ്പോ ചോദിക്കണം എന്നോട് ഇത് കുടിക്കണോ വേണ്ട എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, കൊച്ചിനെയും തള്ളയും എന്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും ഇവിടെ കാണാൻ കയറുവോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുവോ നടക്കത്തില്ല. എന്റെ അനുവാദം വേണം അതിനൊക്കെ. അതുകൊണ്ട് ആരും വരാൻ പാടില്ല. ഒക്കോ ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ